ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഞാൻ എടുത്തേക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈവനിങ്ങിലെയും അതേപോലെ രാത്രിയിലെയും അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, അതേപോലെ ലൈക്കും ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നും ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മഴയൊക്കെ ആയത് കാരണം നമുക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് ആദ്യം കാണിച്ചത് അതാണ് കേട്ടോ. ശർക്കര പാനിയാക്കാൻ വെച്ചതാണ്. അപ്പോൾ ശർക്കരയിൽ കുറച്ച് ഏലക്കയും കൂടി പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ ഞാനതിന് ഫസ്റ്റ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളവും കൂടി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഒരു ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പാകം തന്നെ, ആ ഒരു പാകത്തിൽ തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി കുഴച്ചത്. അപ്പോൾ ഞാൻ നല്ലോണം ആ ചൂടോടെ തന്നെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് തോന്നിയാണ് കേട്ടോ, നമുക്ക് വേഗം ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു. ഞാൻ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വേഗം ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയിൽ ഉള്ളിൽ വെക്കാൻ ഫില്ലിങ്സ് ഉണ്ടാക്കണം ഇതേപോലെയാണ് കേട്ടോ. ഫസ്റ്റ് തേങ്ങ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് ചെയ്യുന്നത്. അതായത് കുറച്ച് നേരം 1-2 മിനിറ്റ് മാത്രമേ ഞാൻ ഇളക്കി കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ ഇതിലോട്ടാണ് ഞാൻ നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ അതുണ്ടാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ ശർക്കര പാനി ഞാൻ നേരത്തെ ആദ്യം തന്നെ അതാണ് ഞാൻ ഉണ്ടാക്കിയത്. കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട്, നമുക്ക് ഈ സമയത്തും ഏലക്കപ്പൊടി പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര പാനിയുടെ ഒപ്പം ഇട്ടതാണ്, ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഞാനും ഇതൊക്കെ ഉണ്ടാക്കാൻ യൂട്യൂബിൽ തന്നെ നോക്കിയാണ് ഞാനിതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര ഹാർഡാവാറുണ്ടായിരുന്നു, പിന്നെ പൊട്ടിപ്പോകാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ശരിയായി കിട്ടിയത്. അപ്പം ഞാൻ ശർക്കരപ്പാനിയുള്ളത് ഉണ്ടാക്കി വെച്ചതൊക്കെ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ അത് ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ, എന്തെങ്കിലും മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും മാറാനായിട്ട്. ഇതേ നല്ലോണം തിളച്ച് വന്ന് അതിൽ ആ ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ശർക്കരപ്പാനി നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത് ശർക്കരപ്പാനിയിലോട്ടാണ് തേങ്ങ ഇടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ആദ്യം തേങ്ങ എടുത്തു, എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തത്. അതൊരു നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ആ ശർക്കരപ്പാനി നന്നായിട്ട് വറ്റിച്ചെന്നെ എടുത്തട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് അതിലാകെ വെള്ളം പോലെ ഒലിക്കില്ലേ, അത് കാരണം ഞാൻ അതുകൊണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചാണ് ഞാൻ എടുത്തത്. കുറച്ച് സമയം പിടിച്ചിട്ട് ഇതൊന്ന് ആയിക്കിട്ടാനാണ് കുറച്ച് സമയം പിടിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം ഫുൾ വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നെ നമ്മുടെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്തിട്ട് കുഞ്ഞ് ബോൾസാക്കിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് ഒരുപാട് വലുത് ഇഷ്ടമല്ല, അതേപോലെ ഭയങ്കര കട്ടിയുള്ളതും ഇഷ്ടമല്ല. നല്ലോണം നൈസായിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ചെറിയ കുഴി പോലെ ചെറിയ കുഴി പോലെ ഉണ്ടാക്കാം. ഇതാണ് ഞാൻ ഫസ്റ്റ് ആദ്യം എല്ലാ മാവും ഉരുളകളാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതേപോലെ കൈവെള്ളയിൽ വെച്ചിങ്ങനെ ഇതേപോലെ പരത്തിയെടുക്കേണ്ടത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഓരോ കട്ടിക്ക് വന്ന രീതിയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ചില കൊഴുക്കട്ടയൊക്കെ പുറമെ ഭയങ്കര കട്ടിയും ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് ഫില്ലിങ്സ് കുറവും, അങ്ങനെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. അത് അങ്ങനെ ആകാണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് മധുരം കൂടുതലിരിക്കേണ്ടതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ അതെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ എല്ലാ സൈഡും ഒരുമിച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പൊട്ടിപ്പോകാണ്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ വിള്ളലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേപോലെ വേവിക്കാൻ വെക്കുന്ന സമയത്താണെങ്കിലും ആകെ പൊട്ടി
ഒലിക്കും, ശർക്കര പാനി ഇങ്ങനെ എല്ലാത്തിലോട്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായി ഇതേപോലെ നന്നായിട്ടൊന്ന് ബോൾ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും പിന്നെ ഇത് കണ്ടോ ഒന്നും വിള്ളലും കാര്യങ്ങളൊന്നും വീഴാണ്ട് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനെല്ലാം ഇതേപോലെ തന്നെ ഫില്ലിങ്സ് ഇതേപോലെ തന്നെയാണ് വെച്ചെടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി വെച്ചെടുക്കാനുള്ളൂ. പിന്നെ ഇതിലൊരു ഇത് ഹാർഡായി പോകാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കണ സമയത്ത് തന്നെ ഇത് ഫില്ലിങ്സ് ഉണ്ടാക്കി വെക്കണ ഇതിൻ്റെ ഉള്ളിൽ വെക്കണ സമയത്ത് തന്നെ ഫില്ല് ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ ഒരു ആവി ഒരു ഇഡ്ഡലിത്തട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിക്കാനുള്ളത് നമ്മൾ അടുപ്പത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് അധികം സമയം പുറത്ത് വെക്കാണ്ട് വേഗം തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. പുറത്ത് വെക്കുമ്പോൾ പിന്നെ ഒന്നും കൂടി അത് ഇരുന്ന് ഹാർഡാവും. ഞാനപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത് വാഴയിലയിൽ ഇത് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ വാഴയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാഴയിലെടുക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് വാഴയിൽ വെക്കാൻ തോന്നിയത്. അപ്പോൾ പുറത്തിപ്പോൾ ഒരുവിധം മഴ കേട്ടോ, അധികമല്ല എന്നാലും ചെറിയൊരു പൊടിമഴ പോലെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുടയൊക്കെ എടുത്ത് നമ്മുടെ പറമ്പിലോട്ടാണ് കേട്ടോ പോകുന്നത് വാഴ ഇല എടുക്കാനായിട്ട്. അപ്പം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തോട്ട് അങ്ങനെ അധികം ഇറങ്ങാറില്ല കേട്ടോ. അധികം വെള്ളക്കെട്ടൊന്നും ഉണ്ടാവാറില്ല, വീടിന് ചുറ്റും അങ്ങനെ വെള്ളക്കെട്ടൊന്നും ഉണ്ടാവാറില്ല. നല്ല മഴ പെയ്താലേ പിന്നെയും വെള്ളം കയറുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മഴ തോർന്നു കഴിയുമ്പോൾ തന്നെ വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കുള്ളൂ. അപ്പോൾ ഇതാണ്ട് ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മഴ പെയ്തപ്പോഴേക്കും ആകെ എല്ലായിടത്തും പുല്ലൊക്കെ കയറി കേട്ടോ. അതേപോലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു 2-3 ദിവസം. അതിൽ നമ്മുടെ വാഴയൊക്കെ വീണിട്ടുണ്ട്. ഞാനൊരു വീഴാത്തൊരു വാഴയുടെ ഒരു ഇല എടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നല്ലോണം ഞാൻ കൊടിയും അതേപോലെ തന്നെ ഫോണും കത്തിയും എല്ലാം കൂടി കയ്യിലുള്ളത് കാരണം കൊണ്ട് ആകെ ഷെയ്ക്കായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസ് വാഴയില മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ ഇതിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ച കൊഴുക്കട്ടീൻ്റെ മേലെ വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാഴയില എടുക്കാൻ വേണ്ടി വന്നത്. അപ്പം എനിക്ക് വാഴയില ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് നമ്മൾ വാടിക്കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ലാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതേപോലെ എടുത്തത് അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ വാഴയില. അപ്പം ഞാനിങ്ങോട്ട് വന്നതിന് ശേഷം അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. ആ സമയത്ത് വെള്ളമൊക്കെ ഒന്ന് ചൂടാവുമല്ലോ. അതേപോലെ തന്നെ പിന്നെ ഒരു നന്നായിട്ട് കിട്ടാനായിട്ട് ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതെപ്പോഴും അകത്തി വെക്കുക കേട്ടോ. കുറച്ച് അകത്തി വെക്കുക, അതായത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒട്ടി നിൽക്കും. അത് നമ്മൾ ഇത് ഓരോന്നും അകത്തി വെക്കാം കേട്ടോ. ഒന്ന് തൊടാണ്ടായിട്ട് രീതിയിൽ വെക്കാം. അപ്പോൾ നമുക്ക് ആവി വെന്ത് കഴിയുമ്പോഴാണെങ്കിലും ഒറ്റയായിട്ട് കഴിയുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഒഴിവാക്കാൻ ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇത് മൂടാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് മൂടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് വാഴയിലൊക്കെ പുറത്തോട്ട് ഇരിക്കണമായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷമാണ് ഇതൊന്ന് നല്ലോണം മൂടി വെച്ചത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഒരുപാട് കട്ടിയിലല്ല ഉണ്ടാക്കിയിരിക്കണത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചൂടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എനിക്ക് ചൂടോടെ കഴിക്കാനായിട്ട് ഇഷ്ടം. ഇത് മഴയും അതേപോലെ തന്നെ നല്ല ചൂടുള്ള എന്തെങ്കിലും മധുരമുള്ളതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുത്തത്. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു നേരിയ മഴ ഉള്ള കാരണം തന്നെ ഞാൻ വിചാരിച്ചു മക്കൾക്ക് ഇന്ന് മദ്രസയിലൊക്കെ പോകേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പോകാൻ അവരെ റെഡിയാക്കിയൊക്കെ നിർത്തിയപ്പോഴാണ് മഴ കൂടിയത്. മഴ ഞാൻ വിചാരിച്ചു പോകണോ വേണ്ടേ എന്നുള്ള 2 ചിന്തയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വിചാരിച്ചു എന്തായാലും കൊണ്ടുപോകാൻ റെഡിയായി നിർത്തിയതല്ലേ, അപ്പോൾ എന്തായാലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ റോട്ടിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെ വിളിച്ചു. പിന്നെ ഞാൻ ഗേറ്റൊക്കെ ഒന്ന് അടയ്ക്കാൻ വണ്ടിയൊക്കെ എടുത്ത് കഴിയുമ്പോഴും ഗേറ്റൊക്കെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് നിന്നത്. അവർ വണ്ടിയിലൊക്കെ കയറുന്നുണ്ടാവും. നല്ല മഴയായിരുന്നു കേട്ടോ. എനിക്ക് അതുകൊണ്ട് തന്നെ അവരിറങ്ങുന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് നല്ല മഴയൊക്കെയല്ലേ. ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല ചൂട് ബജ്ജിയൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബജ്ജി മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നോക്കിയപ്പോഴേക്കും പരിപ്പ് വടയും
അതേപോലെ പഴംപൊരിയും ഉള്ളിവടയൊക്കെ നല്ലോണം ചൂടോടെ മുട്ട ബജിയൊക്കെ ചൂടോടെ വറുത്തെടുക്കണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ. ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് കുറച്ച് ചായക്ക് എന്തെങ്കിലും കടിയും ചൂടോടെ കടി എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് അതും കൂടി മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. പിന്നെ എന്തായാലും മധുരവും അതേപോലെ എരിവും എല്ലാം ഉണ്ടായിരുന്നു ചായക്ക്. മഴ സമയത്ത് നല്ല വെറുതെ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനോ അതേപോലെ എന്തെങ്കിലും ചായയോ അതേപോലെ കാപ്പിയൊക്കെ കുടിക്കാൻ നമുക്ക് എപ്പോഴും തോന്നുമല്ലോ. അതേപോലെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരെ കൊണ്ട് ആക്കിയതിന് ശേഷമുണ്ട് ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിക്കാൻ വേണ്ടി നിന്നത്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കട്ടൻ ചായ ഇട്ട് എടുക്കണത്. അപ്പോൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൊണ്ടുവന്ന ബജ്ജികളും എനിക്കൊന്നും അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കഴിയുന്ന സമയത്ത് എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോക്കുണ്ട് കേട്ടോ. ഈ മഴ പെയ്തു തുടങ്ങുമ്പോൾ തന്നെ അതേപോലെ കാറ്റ് വീശുമ്പോൾ തന്നെ ഇവിടെ കറണ്ട് പോക്ക് ഇപ്പോൾ സ്ഥിരമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ചായയും പഞ്ചസാരയും അതേപോലെ ചായയിലേക്ക് ഇട്ടിട്ട് ചായ അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് പുറത്ത് ചായയൊക്കെ തിളയ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴേക്കും വലിയ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് കുറവുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മഴ. കുറച്ച് കേട്ടോ, ഭയങ്കര ഒന്നുമല്ല, എന്നാലും കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുക്കളയിൽ കൂടിയുള്ള ഒരു വ്യൂ ആണ് ഇത്. തൊട്ടപ്പുറത്ത് തന്നെ റോഡാണ് കേട്ടോ. അടുക്കളയിൽ ജനൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന റോഡാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ. അത് കാരണം തന്നെ മദ്രസ വേഗം വിട്ടിട്ട് ഒരു 4:30 തൊട്ട് ശരിക്കും 6 മണി വരെയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഒരു 5:30 ആയപ്പോഴേക്കും ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു കുട്ടികളെ. അപ്പോൾ ഹസ്ബൻഡാണ്ടോ പോയി അവരെ വിളിച്ചുകൊണ്ടത്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ടതിന് ശേഷം പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തു. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇരുട്ട് പോലെയൊക്കെ ഇത് കാരണം കറണ്ട് പോക്കും ഒക്കെ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ബുക്കൊക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചേക്കണേയിരുന്നു കേട്ടോ. നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് വെച്ചേക്കണേയിരുന്നു. അപ്പോൾ അതേ ഇപ്പോൾ വന്ന് ഇപ്പോൾ സ്കൂൾ തുറക്കാനുള്ള ദിവസം എത്തിയതിൻ്റെ സമയത്താണ് കേട്ടോ ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നിന്നത്. അപ്പോൾ 2 പേരിന് ബുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് കവർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് തന്നെ. ഞാനിപ്പോൾ ഇതേപോലെ കേട്ടോ ഈ ഒരു കളറ് കവർ ചെയ്യാൻ ഈ ഒരു കളറാണ് കേട്ടോ പേപ്പർ മേടിച്ചിട്ടുള്ളത്. ബ്രൗൺ കളറല്ല മേടിച്ചത്, ഈ ഒരു കളറിലെ പേപ്പറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ കവറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ. അതേപോലെ സ്റ്റാപ്ലറൊക്കെ അടിച്ച് അതേപോലെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് നന്നായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും ബുക്കൊക്കെ ഏകദേശം കവറൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ട് മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ 5ലും ഒരാൾ ഇപ്പോൾ 2ലും പഠിക്കുന്നത്. അപ്പോൾ ഞാനിത് 2 പേർക്കും നല്ലോണം ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം നോട്ട് ബുക്ക് ചെറുതാണ് ഈ പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുള്ളത് അവർക്ക്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചധികം പേപ്പർ കുറച്ച് വേസ്റ്റായി പോയായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഇത്രയും വേണ്ടി വന്നില്ലായിരുന്നു. പക്ഷെ നോട്ട് ബുക്ക് ചെറുതായതുകൊണ്ട് ഒരു ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ 2 നോട്ട് ബുക്ക് അതിൽ പൊതിയാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ളൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മതിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് കവർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മതിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ കവർ ചെയ്യുന്നത്. ഞാൻ ഇതേപോലെ ഉണ്ട് ഞാൻ കവർ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കവറൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ബുക്കുകൾ ഒരുപാടുള്ളത് കാരണം അങ്ങനെ ഇരുന്ന് നമുക്ക് മതിയാവുണ്ടായിരുന്നു. താഴ്ത്തിരുന്ന് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു മടി കാരണം പിന്നെ നിർത്തിയതാണ്. പിന്നെ എൻ്റെ പിറ്റേ ദിവസം തന്നെ ബാക്കിയുള്ളതെല്ലാം കവർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി ഇവിടെയൊക്കെ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കേണ്ട ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ പറഞ്ഞു പോരാണ്ടിരിക്കാനായിട്ട്. പിന്നെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.